എന്റെ ആക്ടിങ് അപ്പൊ ഏത് മെത്തേഡാണെന്ന് പറഞ്ഞത്? ഒരു തരം ക്ലാസിക്കലാണ്. ക്ലാസിക്കൽ. ഈ ശോഭന നമ്പി എന്ന ടൈപ്സ് അല്ലേ? എടാ വിനീത് ക്ലാസിക്കൽ ഡാൻസ് അല്ല പൊട്ടാമാരെ, ക്ലാസിക്കൽ ആക്ടിങ് അല്ലേ? അത് തന്നെ. പിന്നെ ഈ 18-ാം നൂറ്റാണ്ടിലെ ഷേക്സ്പിയർ നാടകത്തിലെ ആക്ടേഴ്സ് ഇല്ലേ, അവരെ പഠിച്ചൊരു രീതിയാണ്. ഡയലോഗാണ് മെയിൻ പരിപാടി. അതങ്ങോട്ട് മനപ്പാടം പഠിച്ച് നല്ല ഭംഗിയായിട്ട് അങ്ങോട്ട് പറയും. അത് നല്ലല്ലേ? അതത്ര നല്ലതൊന്നുമല്ല. ഇങ്ങനെ ചറപറ ഫിലിം ചെയ്യാൻ നേരത്ത് അതങ്ങനെ വർക്കൗട്ട് ആവണമെന്നില്ല. അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് സ്ട്രോങ് അല്ലെങ്കിൽ ഡയലോഗിൽ പഞ്ചില്ലെങ്കിൽ പണി വാളും. നല്ല ഇന്റൻസ് ആയിട്ട് കൊണ്ട് കളിച്ചോട്ടെ, ചെളിയൊക്കെ കൊണ്ട് തിരിച്ചോട്ടെ. ഷോട്ടിൽ കളിച്ചോളാം. ഓക്കെയാണ്, പെട്ടെന്ന് എടുക്കാം. കിലോമീറ്റർ നോയ്സ് നല്ല ഓട്ടമുള്ള റെഡി വേഗം എടുത്തോ. ചേട്ടാ എന്നാണ്ട്? നമ്മുടെ കുഞ്ഞുമോൻ കളിപ്പിന്ന് വന്നോ? ഇത് അവൻ രാവിലെ വന്നു. നമുക്കൊരു ചെറുത് മാറ്റി വെച്ചേക്കാൻ പറയണേ. ഒരു കുപ്പി. ഞാൻ അക്കരയ്ക്ക് വരാം, നാളെ മറ്റോ. സാറേ ഒരു വെട്ടം കൂടി കേട്ടോ. ഒരു 2 മിനിറ്റ്. നമ്മുടെ നെട്ടുപിടിച്ചേട്ടനല്ലേ, പുള്ളിക്കാരൻ നെട്ടുപിടിക്കാരനാണല്ലോ. അവിടെ ഇതേപോലത്തെ വെള്ളക്കെട്ടുകൾ, ചെറിയ ചെറിയ തുരുത്തക്കെട്ട്, നമ്മൾ ഈ നിൽക്കുന്ന പോലത്തെ തുരുത്തുകൾ. അപ്പൊ അപ്പുറത്തേക്ക് തുരുത്താ അപ്പുറത്തേക്ക് നിരാ സംസാരിക്കാൻ നേരത്തെ ഇങ്ങനെ ഒച്ച മാത്രം കേൾക്കണമെന്നില്ല. പിന്നെ ആ കൂട്ടത്തിൽ ചെറിയ ആംഗ്യ ഭാഷ കൂടി കേട്ടു. ഇങ്ങനെ കുഞ്ഞുമോൻ ഗൾഫീന്ന് വന്നോ? ഗൾഫീന്ന് വന്നോ? ഒരു കുപ്പി മാറ്റി വെക്കണം. പിന്നെ ഈ ഗാന്ധിയനെ അച്ഛൻ്റെ പിന്നെ കുപ്പിന്ന് അങ്ങനെ ഒച്ചത്തി പറയണ്ട, താത്തി പിടിച്ചു അല്ലേ? ഓക്കെ. അതെ, ആ ചെരുപ്പ് കുരിക്കോ, ചെളി ചവിട്ടിക്കോ, ഒരു കുഴപ്പമില്ല. നമ്മുടെ കുഞ്ഞുമോൻ കളിപ്പിന്ന് വന്നോ? ഇതുപോലുള്ള ചില കാര്യങ്ങളിൽ എനിക്ക് കുറച്ച് ഡൗട്ട്സ് ഒക്കെ ഉണ്ട്. ഉണ്ടാവണല്ലോ, അത് തീർക്കാറില്ലാവുന്നിരിക്കുന്നത്. അത് കഴിഞ്ഞൊരു ഡൗട്ട് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. പിന്നെ ബാക്കി ഉണ്ടെങ്കിലേ നിങ്ങൾ തന്നെ തീർത്താൽ മതി. ഞാൻ ആരുടെയും ബാക്കി എടുക്കില്ല, തറവാട്ടി പറഞ്ഞവനെ. എനിക്ക് ബേസിക്കലി അഭിനയിക്കുന്ന സമയത്ത് കൈ ഒരു ബാധ്യതയാണ്. ഇത് എവിടെ വെക്കണം, എങ്ങനെ പിടിക്കണം, ആയ കൺഫ്യൂഷൻ അടിക്കും. കയ്യിലൊരു പേനയോ സിഗരറ്റോ ഒന്നും ഇല്ലെങ്കിൽ പിന്നെ പറയണ്ട. എത്ര നേരം വെച്ചിട്ടാ പോക്കറ്റിൽ തന്നെ കേട്ടോണ്ടിരിക്കുന്നത്. ശരിയാണ്, അത് എനിക്കും തോന്നിയിട്ടുള്ള സംശയമാണ്. അത് ശരി, എന്നിട്ടാണോ നിങ്ങൾ എന്നെ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നത്? അതെ, ഇതിലിപ്പോ എത്ര പേടിക്കാതിരിക്കുന്നു? ഏറ്റവും സേഫസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് അല്ലേ? ആകെയുള്ള പ്രശ്നം ഈ ലാൻഡിങ്ങിലും ടേക്ക് ഓഫിലും മാത്രം ചില ഫ്ലൈറ്റുകൾ പൊട്ടിത്തെറിക്കും. ബാക്കിയൊക്കെ സേഫാ. ആർക്ക് പേടി? കൈകളെ പറ്റി ചിന്തിക്കാതിരിക്കുന്നതാണ് ബെസ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ,
നമ്മൾ എന്ത് ബിഹേവ് ചെയ്താലും അതിനനുസരിച്ച് കൈകളും ബിഹേവ് ചെയ്യും. നമ്മൾ പണ്ട് ആനിമൽസ് ആയിരുന്നല്ലോ. ഈ ആനിമൽസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വാലുകൊണ്ടാണ്. നമുക്ക് വാലുണ്ടായിരുന്നു, പയ്യത് പോയാണ് കൈയിലോട്ട് എത്തിയത്. നമ്മൾ സംസാരിക്കുന്ന ഫുൾ റിതം കൈകളിലൂടെ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കും. ജെന്യുവിനായിട്ട് നമ്മൾ എന്ത് ചെയ്താലും ആൾക്കാർക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ആവും. ഇപ്പം തന്നെ പേടിച്ചപ്പോൾ കയറി പിടിച്ചില്ലേ? ഡേവിഡിന് അത് ചെയ്യാൻ പറ്റും, പേടിക്കാം. പക്ഷെ സൂപ്പർ സ്റ്റാറിന് പേടിക്കാൻ പറ്റില്ല. അതാണ് അതിൻ്റെ ഡിഫറൻസ്. എനിക്ക് പേടിയൊന്നുമില്ല. നോയിക്കോട്ടെ, മമ്മൂക്ക് സ്റ്റേജിൽ കയറാൻ നേരത്ത് ആ അപകർഷതാബോധം, വിധേയത്വം, ആ ബോഡി ലാംഗ്വേജ് കണ്ട, കൈ അനക്കിയിട്ടില്ല. കണ്ട നോയിക്കോ, കണ്ട കൈ അനക്കാത്തണ്ട. അതുപോലെ ഇപ്പം എടുക്കാൻ പോകുന്ന സീനിൽ ഇയാളെ മനസ്സിലിങ്ങനെ വിഷമമൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ബോഡി ലാംഗ്വേജ് പിടിച്ചാൽ അടിപൊളിയായിരിക്കും. പിന്നെ ചില സിനിമകളിലൊക്കെ ലാലേട്ടൻ വിരലുകൊണ്ട് അഭിനയിക്കുന്നു എന്നൊക്കെ പറയണ അങ്ങനത്തെ ഐറ്റംസ് ഇല്ലേ? അങ്ങനെ സ്കോപ്പുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. അത് ഈ സീനിലല്ല, സ്കോപ്പ് വന്നിട്ട് പറഞ്ഞോളാം. എടാ സീരിയസ് ആയിട്ടൊരു കാര്യം, എടാ ഈ സീനിലല്ലടാ. ഇങ്ങനെയാണെങ്കിൽ ഞാനൊന്നും ചോദിക്കല്ലോ, ഇതിനിടെ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. അങ്ങനെ വിലക്കിടല്ലേ, അത് പിടിക്കാല്ലേ. ഞാൻ ഈ ക്യാരക്ടറിനൊന്ന് സ്റ്റഡി ചെയ്തിരുന്നു. ഇവിടെ പെങ്ങളൊക്കെ മരിച്ച് അതിന് റിവെഞ്ച് മുത്തി തീവ്രവാദിയായി ആകെ സൈക്കോ ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. പിന്നെ നമ്മളിൽ ആകെ ഇരിക്കുന്ന ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ വലിയൊരു ഫോണാണ്. സ്പീഡ് മൂവി കണ്ടിട്ടില്ലേ? ദിലീപിന്റെ ഓട്ടപ്പടം. നീ ഒന്ന് പോയി ഇറങ്ങിപ്പോയി. ഡെന്നിസ് സൂപ്പറിന്റെ സ്പീഡ് മൂവി അതിൽ പുള്ളി പിടിച്ചതായിട്ടുണ്ട്. ഫോൺ എടുത്തിട്ടെ ഈ കഴിച്ച് ഇങ്ങനെ പിടിക്കുന്നവരും ഇതിങ്ങനെ പിടിച്ചിട്ട് ഇതിന് പകരം ഇത് എൻ്റെ ഒരു വേറെ സാധനമുണ്ട്, സർപ്രൈസ് ആണ്. ടേക്കിടാം. നിങ്ങൾക്ക് തെറ്റി സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. നിങ്ങൾ എന്നെയല്ല വളഞ്ഞിരിക്കുന്നത്, ഞാൻ നിങ്ങളെയാണ്. ഒരു നഗരത്തിലൊരു അനീതി നടന്നാൽ അസ്തമയത്തിനുള്ളിൽ അവിടെ കലാപം നടന്നിരിക്കണം. ഇവിടെ അനീതി നടന്നത് എൻ്റെ കുടുംബത്താണ്. కలాపం നടന്നിരിക്കും. ఫిలాసఫీలో 4 పాయింట్స్ ఉంటాయి. అందులో ఈ రోజు మనము ఎథిక్స్ గురించి చెప్పుకుంటున్నారు. ఎథిక్స్ అంటే ఏంటి? నమ్ చేసేలో పనిలో రైట్ ని రైట్ అని అంటారు, రాంగ్ ని రాంగ్ అని అంటారు. అదే ఎథిక్స్. మేడం సర్ప్రైజ్. ఫర్ ఎగ్జాంపుల్ ఎక్సైట్మెంట్. ఒక రోడ్డు మీద ఒక బిచ్చగాడు బిచ్చం అడుగుతుంటే ఒకరు పాపమని బిచ్చం వేస్తారు, ఇంకా ఒకరు బాగానే ఉంటారు కదా పని చేసుకోవచ్చు కదా అని ఉంటారు. మేడం డిస్కస్డ్. అండ్ కట్. എക്സ്ക്യൂസ് മീ, അനുഭവൽ ഞാനിപ്പോൾ നിങ്ങൾ സീൻ കണ്ടിരുന്നു. നല്ലൊരു അഭിപ്രായം പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. മാഡത്തിൻ്റെ 1-2 പടങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു കാര്യമില്ലാണ്ട് എക്സ്പ്രഷൻ ഇങ്ങനെ വാരി വലിച്ചിടാൻ, ഒരു ഫീൽ, ഒരു വെയിറ്റ് ഇല്ല. ഈ ക്ലാസിക്കൽ ഡാൻസിന് എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ അതാണ് വെറുതെ അല്ല. അത്ഭുതം എന്ന് പറഞ്ഞപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു അത്ഭുതം. പിന്നെ ആ വിഡ്ഢിയായിട്ടുള്ള ഡയറക്ടർ പുച്ഛം എന്ന് പറഞ്ഞപ്പോൾ വൃത്തിയായിട്ട ഒരു പുച്ഛം. ഇതൊക്കെ എങ്ങനെ ഞാൻ ഉപദ്രവിക്കാൻ വേണ്ടി പറഞ്ഞല്ല, ഒന്ന് സഹായിக்கலாம் വിചാരിച്ച് പറഞ്ഞതാ. കോംപ്ലക്സ് ക്വസ്റ്റ്യനാണ്, സിമ്പിളായിട്ട് പറഞ്ഞ ബാല. പാലോ തൈരോ ഇപ്പൊ തൻ്റെ അടുത്ത് ആരോ അഭിപ്രായം ചോദിച്ചില്ലല്ലോ. ഇല്ല അങ്ങനെയൊന്നുമല്ല, അത് കണ്ടുകഴിഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റില്ല, അതുകൊണ്ട് പറഞ്ഞതാ. തനിക്ക് പരിചയമില്ലാത്ത ഒരാളുടെ അടുത്ത് അങ്ങോട്ട് കയറി കുറ്റം പറയാം. അടിപൊളി. ഇത് തന്നെയാണ് എൻ്റെ ഉമ്മയും പറയാറുള്ളത്. ഒരു കാര്യമില്ലാണ്ട് മറ്റുള്ള കാര്യത്തിൽ കയറി അഭിപ്രായം പറയാറ്. പിന്നെ അത് ഞാൻ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടാണ് കേട്ടോ, ബിക്കോസ് ഞാനൊരു ആക്ടിങ് കോച്ചാണ്. താനാണോ ഡേവിഡിന്റെ ആക്ടിങ് കോച്ച്? എങ്ങനെ മനസ്സിലായി ഞങ്ങൾ പരമരഹസ്യമായി വെച്ചിരിക്കുന്ന സത്യം? ഞാൻ ചിലരെയൊക്കെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കാറുണ്ട്. കുറ്റമാണ് കഴിഞ്ഞോ? ഇറ്റ്സ് ഓക്കേ, ബൈ. സാരമില്ല, പറഞ്ഞേക്ക്. എന്താ എൻ്റെ പെർഫോമൻസിനെ പറ്റി പറയാനുള്ള ആക്ടിങ് കോച്ച്? അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല, ശരിയാക്കാം. മരത്തിനെ കണ്ടാൽ തന്നെ അറിയാം, മരത്തിൻ്റെ ജീവിതത്തിലോ ശരീരത്തിലോ ഇന്നേവരെ അഴുക്കോ ചെളിയൊന്നും പറ്റിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ എങ്കിൽ അഴുക്ക് പറ്റാത്തൊരു അഭിനയം. ഫോർ എക്സാമ്പിൾ, അയ്യേ
ആ പിള്ളേർ വയറ് നോർമുള്ള റിയാക്ഷൻ, അതിന് പകരം ഈ റിയാക്ഷൻ ഇട്ടിരുന്നെങ്കിൽ അടിപൊളിയായ ബാല ആക്ടിങ് കോച്ച്. അയ്യോ ഇതെന്തു പറ്റി? ഒന്നുമില്ല, ചെറിയൊരു പരിക്ക്. ഹോസ്പിറ്റലിൽ പോണ്ടേ? ഹോസ്പിറ്റലൊന്നും പോകണ്ട, പെയിൻ കില്ലർ അടിച്ചിട്ടുണ്ട്. ഹോസ്പിറ്റലൊക്കെ പോയ ഷൂട്ട് തുടങ്ങും. ആണോ? അല്ല, എൻ്റെ പെർഫോമൻസ് കണ്ടില്ലല്ലോ. എവിടെയായിരുന്നു? ഞാൻ കണ്ടിട്ടാ പോയത്. എന്നിട്ട് എവിടെ പോയി? അപ്പുറത്ത് തെലുങ്കോടത്തിന്റെ ഷൂട്ട് ഉണ്ടായിരുന്നു. നിങ്ങളുടെ പഴയ നടിയില്ലേ ആൻബാവ, അവരുണ്ട് അവിടെ. നല്ല രസമുണ്ട് കേട്ടാ. അവളുണ്ടോ അവിടെ? ആ ഉണ്ട് ഉണ്ട്, അവിടെ ഉണ്ട്. മരച്ചു സാരിയൊക്കെ കൊടുത്തിരിക്കുന്നുണ്ട് അവിടെ. ഓ നല്ല വർക്കുണ്ടല്ലോ, നോക്കണ്ട ഇതൊക്കെ. ശരി, ആൾക്കാരോട് ഇങ്ങോട്ട് വരാൻ പറയാം. അവിടെ കൂട്ടം കൂടി നിൽക്കണ്ടെന്ന് പറയാം. ഇന്ദ്രൻസ് ഏട്ടൻ ഫാമിലി അവിടെ നിന്ന് വളക്കടന്ന് പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ദേവിക ആ ടൈമിൽ ഒറ്റ പോകുന്നു. അവിടെ അതിലൊരു സഞ്ചി ഉണ്ട്. ആ സഞ്ചിയിലേക്ക് തീവ്രവാദി മുന്നോട്ട് പോകുമ്പോൾ പ്ലാൻ ചെയ്യും. സഞ്ചിയിലോട്ട് വെക്കുന്ന സമയത്ത് ടൈറ്റ് റേഞ്ചിലോട്ട് പോയിട്ട് അവിടെ കട്ട് ചെയ്താൽ ഓക്കെ, പ്ലാസ്റ്റിക്കിന് മാസ്റ്റർ നോക്കിക്കോളൂ. മാസ്റ്റർ നോക്കിക്കോളും. ഡേവിഡ് സാറ് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തിട്ട് സ്ക്രിപ്റ്റ് പഠിച്ചോണ്ടിരിക്കുക. നന്നായ നന്നായതല്ല, നന്നാക്കിയതാ. പൊളിച്ച്. അതൊക്കെയാണ് അത്. പക്ഷെ സങ്കടം കുറച്ചും കൂടി ഉള്ളിൽ നിന്ന് വരണം. വെച്ചാൽ അത് ഉള്ളിൽ നിന്ന് വരണം, നമ്മൾ ഇവോക്ക് ചെയ്യണം. ഇയാൾ കുറെ നേരം തീയറി പറയുന്നു. ഒന്ന് ചെയ്ത് കാണിച്ചേ, ഞാൻ അതുപോലെ ചെയ്യാം. അങ്ങനെ പെട്ടെന്ന് എനിക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം അത് വായിക്കണ്ടേ, അതിന് കുറച്ച് സമയം എടുക്കും. എത്ര മിനിറ്റ് എടുക്കും? മിനിറ്റ് അങ്ങനെ മാഷെ കാണിച്ചു കൊടുക്ക്. കാണിക്കുന്നത് നിങ്ങൾ എന്താ കാണിക്കണത്? അത് ഒരു പ്രാവശ്യം കാണിക്കാം, പിന്നെ ചെയ്യാൻ പറയരുത്. ഒറ്റ പ്രാവശ്യം കാണിക്കാം മതി. ഓക്കെ. ഇല്ലാത്ത പരിപാടിയാണ്, പരിപാടിയൊക്കെ ആയതുകൊണ്ടാണ്. കുറച്ച് എക്സ്ട്രീം ആയിരിക്കും, ലൈറ്റ് അല്ല, കുറച്ച് എക്സ്ട്രീം ആയിരിക്കും, അതുകൊണ്ടാണ്. ഓക്കെ. പിന്നെ കുട്ടിയുടെ ഇയാൾ കാണിക്കാൻ പറ്റും, കാണിക്കണം. കുറെ നേരമായി. ഞാൻ പറഞ്ഞ എക്സ്ട്രീം ആയിരിക്കും, പിന്നെ എന്താ ലൈറ്റ് എല്ലാം. നീ തെച്ചിരിക്കുന്നു, ഞാൻ തെച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. വിചാരിക്കണ ഞാൻ ഈ മോശം കാണിക്കാൻ തന്നെ മരിക്കണം. നിന്റെ ഭാഗ്യമാണ്, നിന്റെ ഈ സായിബാബുള്ള ഫേസ് ഇല്ലേ, അത് തന്നെ ഒരു ട്രാജഡി. ചേട്ടൻ എന്താ വെച്ചിരിക്കണ കുറെ നേരമായിട്ട്? കണ്ണോടക്ക് നോക്കി ഞാൻ പഠിച്ചു. കണ്ണോടക്ക് ഗംഭീരായി ഗംഭീരായി ഗംഭീരായി.